ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഇസ്മിത്ര ലോക്സ് ഗെയിമിംഗ്. നമ്മൾ വന്നേക്കുന്ന പുത്തനൊരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡായിട്ടാണ്. ഇന്നലെ നമ്മൾ വീഡിയോത്തിൻ്റെ കാരണം നമ്മൾ പോസ്റ്റ് ആയിട്ടായിരുന്നു. സോ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു. എന്നിട്ട് ഈ വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഉണ്ടായിരുന്ന മീറ്റൊക്കെ നമ്മൾ കുക്ക് ചെയ്തു. പിന്നെ കുറച്ച് ക്യാറ്റ് ഫാമിന് വേണ്ടി നമ്മുടെ ഇന്ന് ബ്രീഡർ പണിയാണ് പ്ലാൻ. അപ്പോൾ ബ്രീഡർ പണിയാനുള്ള ഫാമിന് വേണ്ടി സാധനം സെറ്റാക്കി. സാധനം സെറ്റാക്കിയില്ല, ക്യാരറ്റ് മാത്രം സെറ്റാക്കി. പിന്നെ ഇവിടെ ചെറിയൊരു ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ ഫാം ചെറുതായിട്ടങ്ങ് തുടങ്ങിയായിരുന്നു. ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു, കാരണം ഓഫ് ക്യാമറ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഹേബിയിലൊക്കെ എടുത്തു, കോളയൊക്കെ കണ്ടുപിടിച്ചെടുത്തു. പിന്നെ നമ്മൾ ഗെയിം 1.21.11 മാറ്റി. സോ ഫ്രീ ക്യാം ഒക്കെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് ഫ്രീ ക്യാം ഒന്നും കാണില്ലായിരിക്കും. പിന്നെ ഗൈസ്, നമുക്ക് ഇന്നത്തെ ലക്ഷ്യം നമ്മുടെ ബ്രീഡർ പണിയാകാമെന്നാണ്. സോ അതിനുള്ള സാധനങ്ങൾ ഇപ്പോഴത്തെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്റ്റോൺ ബ്രിക്സ് വെച്ച് പണിയാനാണ് പ്ലാൻ. അപ്പോൾ നമുക്കത് പണിയാൻ പ്ലാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാൻ. പിന്നെ നമ്മളൊരു മോഡ് ചേർത്തിട്ടുണ്ട്, ദിവസങ്ങളും ഇതും കഴിയുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുടങ്ങണ്ടല്ലോ. സോ ഞാൻ സാധനങ്ങൾ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം. ഗൈസ്, ഒരു സംഭവം നടന്നു. ഞാൻ ചത്തു. ഞാനാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ചാടി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഒരു സാധനം പണിയാൻ അവിടെ നിന്ന് ചാടി ഞാൻ താഴെ പോയി ചത്തു. കുറച്ച് സാധനം ലാവ ഉണ്ടായിരുന്നു, അവിടെ പോയി കളി. ഗൈസ്, വൺ മോർ ബൈൻഡ്. ഞാനൊരു മോഡ് ആഡ് ചെയ്തായിരുന്നു, ഡെഡ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. അതിപ്പോൾ വർക്കാവുന്നില്ല, അത് 0 എന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പം 3 തവണ ചത്തു. 2 തവണ അവിടെ വീണു, ഒരെണ്ണം അതെടുക്കാൻ പോയപ്പോൾ വീടും ചത്തു. ഗൈസ്, ഈ കൂടി ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് എന്നാലും എനിക്കിനി ഒന്നും കൂടെ ഫുൾ ഗ്രൈൻഡ് ചെയ്യാണ് ഗൈസ്. ഈ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം ഗൈസ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയാനില്ല. ഈ അയൺ നമ്മൾ ഈ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഗൈസ്. ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ഒരു അയൺ ഫാം പണിയാനായിരുന്നു നമ്മുടെ സാധനം. നമ്മുടെ നാക്കൊക്കെ എന്തോ പോലെ ഗൈസ്. നമ്മുടെ ബ്രീഡർ പണിയാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അറിയാതെ ഒന്ന് കുഴിയിപ്പോയി. പിന്നെ ഞാൻ അങ്ങ് ചത്തു ഗൈസ്. ഇതിപ്പോൾ 1.21.11 ആണ്. സോ ഇതിനകത്ത് മറ്റേ കുന്തം വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ് വരുന്ന വീഡിയോയിൽ. ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ മൂടെല്ലാം പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ സാധനങ്ങളൊക്കെ പോയി സെറ്റാക്കിയിട്ട് ഇത് ഇപ്പോൾ വരാം ഗൈസ്. വീണ്ടും മരണം. നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും ആ സാധനം സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന്. ആ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കുഴിയിൽ സ്റ്റോൺ വെക്കാൻ പോയതാ. വീണ്ടും മരണം ഗൈസ്. ഫസ്റ്റ് എപ്പിസോഡ് സുഖമായിട്ട് പോയതായിരുന്നു, നോ മരണമായിരുന്നു. സെക്കൻഡ് എപ്പിസോഡായപ്പോൾ മൊത്തം മരണമാണ് ഗൈസ്. തേർഡ് എപ്പിസോഡിൽ നന്നായി പോയാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ വീണത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതിന് ആവശ്യം നമുക്ക് നല്ല. അപ്പോൾ ഗൈസ്, സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് നമ്മുടെ ഫാമിന് വേണ്ടത്. ഇന്ന് രാവിലെ ആയിട്ട് നമുക്ക് നമ്മുടെ ഫാം പണിയാണ് പ്ലാൻ. രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഫാം പണിയാനുള്ള പ്ലേസ് നോക്കാം.
കുറച്ച് സ്ട്രിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പണി എളുപ്പമാക്കായിരുന്നു. ജസ്റ്റ് ഞാൻ രാത്രി സ്ട്രിങ് കണ്ടുപിടിച്ചിട്ട് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി ഇരുന്ന് സ്ട്രിങ് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഉണ്ടാക്കാം. ഒരു 4 ഉണ്ടാക്കി വെച്ചേക്കാം. വില്ലേജിനെ കൊണ്ടുപോകുക എന്നുള്ളത് അതിനൊക്കെ വലിയ പണിയാണ്. സോ അത് നമുക്ക് തുടങ്ങണം. അതിന് മുമ്പ് ഒരു മറ്റേ ബോട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി എടുത്ത് വെച്ച് നമ്മൾ പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വെക്കുമായിരുന്നു ഗൈസ്. പൊട്ടറ്റോ ഒരു നല്ല ഫുഡാണല്ലോ. സോ അത് കുക്കാവില്ലായിരുന്നു. കാരണം ഐ വാണ്ട് ഫുഡ് ബിക്കോസ് നമ്മുടെ ഫുഡ് തീരാറേ ഗൈസ്. നമുക്ക് അവനെ പൊക്കിക്കൊണ്ട് പോവാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2 പേരെ പിടിച്ചിട്ടില്ല. അവരിനിപ്പോൾ എങ്ങോട്ട് പോകും? ഇവിടെ തന്നെ ഒന്ന് ചാടിയാൽ മതിയായിരുന്നു. അതമാറി പോവുക ഗൈസ്. അതമാറിയൊന്നും കഴിയില്ല. The waste part of this. നീ അറിയാടാ അടിക്കണ്ടായിരുന്നു. ദ വേസ്റ്റ് വില്ലേജർ ശൈലിയുണ്ട്. ഇപ്പം അലങ്കോളം എനിക്കുള്ളൂ. അലങ്കോളം കണ്ടോ, ഇത് ഇത്ര എളുപ്പമായിരുന്നു. സ്ട്രിങ് ഈ ന്യൂ അപ്ഡേറ്റിൽ അവർ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ആക്കിയതുകൊണ്ട് വെരി യൂസ്ഫുൾ ഫോർ ദ ഏർലി ഗെയിംസ്. ബിക്കോസ് മറ്റേ സാധനം ജനിക്കുന്നതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫാം ലാൻഡിൽ പെട്ടു. ഏറ്റവും വേസ്റ്റ് പണി. എന്നിട്ട് ഇത് അല്ലേ, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. സോറി ഗൈസ് ഫോർ യുവർ പ്രഷ്യസ് ടൈം. യെസ് ഓക്കെ ഗൈസ്, നമ്മൾ ഇവന്മാരെ നമ്മുടെ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടുപോകാം. വേമ്പ ചൊക്കി 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 ചൊക്കി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അവന്മാരെ കൊന്നതിൻ്റെയാ. വില്ലേജറിനെ കൊന്നതിൻ്റെയാ. അത് ഏഷ്യനെ എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. തീർന്നു. അതിൻകൂടത്തെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവൻ നമ്മളെ കൊല്ലാൻ വരുന്നു. അതിൻകൂടെ നമ്മൾ ഒരു ടീമാണ് ഗൈസ്. അങ്ങനെ പോയി അതിൻകൂടത്തിനെ കൊല്ലേണ്ടി വരും. അതിൻകൂടത്തിന് ഒരു കുഴി നമുക്ക് ചാടിച്ചിടാം. അല്ലെങ്കിൽ നമ്മൾ ചാകും. എന്തായാലും അവൻ നമ്മളെ കൊല്ലും. അവന് വില്ലേജറിന് വെച്ചാൽ ഭ്രാന്ത. ഞാൻ കൊല്ലുണ്ടായിരുന്നു. എന്തായാലും ചത്തവന്മാരൊക്കെ ചാട്ടെ. ഏങ്കുളത്തെ കുഴിയിലങ്ങ് ചാടിയിരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് സുരക്ഷ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടില്ല. ബിക്കോസ് എന്തെങ്കിലും പ്ലാൻ ഇടണം. ഒന്നെങ്കിൽ പിന്നെ കൊല്ലണം. പ്ലാൻ ഉണ്ട്. വേട മാപ്പിളെ ഇവിടെ അവിടെ ഗൈസ് അതെങ്ങനെയുണ്ട്? ഐക്കോണിക് അല്ലായിരുന്നു? നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പോഴേലും അവൻ്റെ ദേഷ്യം മാറുമെന്ന് നോക്കാം. ഗൈസ് ഒരു പണിയെടുക്കാത്ത വില്ലേജറിനല്ലേ നമ്മൾ കൊന്നേ. പണിയെടുത്ത വില്ലേജറിനെ കൊന്നെങ്കിൽ ഓക്കെ, ഞാൻ കുറ്റക്കാരൻ. ഒരു ന്യൂ വില്ലേജറിനെ ഞാൻ കൊന്നേ. ഒന്നുമില്ല, അതെന്നെ ബുദ്ധിയായിരുന്നല്ലേ. അത് നമുക്ക് അയച്ചു വിടാം ഗൈസ്. ഈ ഫാം ഒന്ന് പണിഞ്ഞു കഴിഞ്ഞിട്ട്. ഇപ്പം അവിടെ കിടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇവന്മാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവരും അല്ലെങ്കിൽ അത് ഭയങ്കര പണിയായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അതിൻകൂടത്തേന് ഇഷ്ടമല്ല. പിന്നെ ഇതുപോലത്തെ ചെറിയ ഹെൽപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. പണി നമുക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ.
കറക്റ്റ് കാരണം അവിടെ കിടക്കുമല്ലേ. ഈ രാത്രി ആകുന്നതിന് മുമ്പ് അവിടെ വരെ എത്തുമോ? ചാട് 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 ഇങ്ങോട്ട് ചാട് 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 ചാട്. ഇത് കൊണ്ടുപോയല്ലോ. നമുക്ക് അപ്പുറത്തെ സൈഡ് ഉണ്ടാക്കാം. കാരണം അപ്പടെ ഉണ്ടാക്കിയിട്ട് അതോ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇൻഫാം അങ്ങോട്ട് പണിയാമോ? അതായിരിക്കും നല്ലത്. വേസ്റ്റ് പാർട്ട് ഓഫ് ദ ഇവരെ കൊണ്ടുപോകാന്നുള്ള ഭയങ്കര പണി കേസ്. കേസിൻ്റെ നിൽക്ക് ഇതൊക്കെ ഒരിക്കലും കേസ്. ഇതൊക്കെ കുറച്ച് ഗുണമുള്ള ഒരു ഇതാണ്. ഈ നൈറ്റ് വിഷൻ വേണ്ട. നൈറ്റ് വിഷൻ വർക്കാവില്ല. അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ കാരണം അതിന് ചുമ്മാ കയറ്റിയെടുക്കുന്നതായിരുന്നു. പിന്നെ നമ്മൾ ഡാർക്ക് മോഡ് അങ്ങനെ നമ്മുടെ മോഡ്സ് ആൻഡ് റിസോഴ്സ് പാക്കിൻ്റെ ഒരു വീഡിയോ വേണ്ടവരാണെങ്കിൽ പറ കേസ്. നമ്മൾ അധികം താമസിക്കാതെ അത് വിടും. എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ കേസ് എന്നോട്ട് വീഡിയോ ചാൻസ് ഈ 15-ാം തീയതി തൊട്ട് വീഡിയോ ചിലപ്പം കുറേ താമസിക്കും കേസ്. ബിക്കോസ് അറിയാലോ കേസ് എക്സാംസ് ഒക്കെ തുടങ്ങുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വാ ഇനി ഇങ്ങോട്ട് വാ ഇങ്ങനെ വാ. ചാടി 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 ചാടി. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇത്രയും നിരപ്പാണ്. അപ്പോൾ ഇവിടെ പണിയാം. കാരണം വെച്ചാൽ അവിടെ നമുക്കിപ്പോൾ അയൺഫാം പണിയാം. കാരണം അയൺഫാമിന് ഇത്രയും ഡിസ്റ്റൻസ് വേണം എന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പണിഞ്ഞു വെച്ചാൽ അങ്ങനെ ഫാം ഉണ്ടാക്കി സെറ്റാക്കാൻ. ഞാൻ താമസിക്കുന്ന ഇടം മൊത്തം കുഴിയുവാണല്ലോ. ഇവിടെ ചാടിയാൽ പിന്നെ ഇവന്മാരെ എനിക്ക് കയറ്റിക്കൊണ്ട് ഭയങ്കര പണിയായിരിക്കും. ലെഡ് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര. സാഡിലും ഉണ്ടാക്കാൻ പറ്റൂല ഗൈസ്. ഉണ്ടാക്കണം. കുതിരയെ നമുക്ക് സെറ്റാക്കണം. ഒരു കുതിര എന്ന് പറയുമ്പം ആവശ്യമായ കാര്യങ്ങളാണ്. കുഴി തീരുന്നില്ലല്ലോ. പക്ഷെ അങ്ങോട്ട് പേടിക്കാനില്ല ഗൈസ്. മറ്റവൻ്റെ ജോലി പോയെങ്കിൽ കുഴപ്പമില്ല. ഈ മുട്ട പൊട്ടിയ നമുക്ക് ലക്കുണ്ട്. ഉണ്ടില്ല. അയ്യോ, നമുക്ക് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ പണിയാം കേസ്. ഒറ്റ മൈൻഡ്. ഞാൻ കാരണം സമയം പോയി. ഓ ബൈ അല്ല ബൈ. അപ്പം ഞാൻ ഈ സൈക്ലിംഗ് മോഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതാണിത്. അപ്പം ഞാൻ മൊത്തം പണിഞ്ഞ് കഴിഞ്ഞിട്ട് അറിയിക്കാം. ഓക്കെ ബൈ ഗൈസ്. ഞാൻ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ. എൻ്റെ ഡേ എങ്ങനെ 3 മാറിയേ. ഗൈസ് നമ്മുടെ മോഡ്സൊന്നും അത്ര നന്നായി വർക്കാവും തോന്നുന്നില്ല ഗൈസ്. സോ നിങ്ങൾ പറയും മോഡ് വേണോ വേണ്ടയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിഫൈനിൽ കളിക്കാം ഗൈസ്. ഒപ്റ്റിഫൈനിൽ കളിക്കുകയാണെങ്കിൽ ഇതെല്ലാം കാണിക്കും. പക്ഷെ ഒപ്റ്റിഫൈനിൽ നമുക്ക് കുറച്ച് മോഡൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് വിഷയമാണ്. നോ പ്രോബ്ലം. നമുക്ക് ഒപ്റ്റിഫൈനിൽ കളിക്കാം ഗൈസ്. ഒപ്റ്റിഫൈൻ കളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഒപ്റ്റിഫൈനിലായിരിക്കും കളിക്കാൻ പോകുന്നത്. കാരണം മൊത്തം ഇത് തെറ്റിക്കാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഗൈസ്. ഇല്ല നമ്മൾ ഇതിനകത്ത് തന്നെ കളിച്ചാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ഒപ്റ്റിഫൈനിലായിരിക്കും ഗൈസ്. ഈ മുട്ട പൊട്ടുക. അപ്പോൾ ലക്കുണ്ട് കുറേ ശേഷങ്ങൾക്ക് ശേഷം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ കാണിച്ചത് ഗൈസ്. ബെഡ് വെക്കുന്ന ചടങ്ങാണ്. സോ അത് നിങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് മണ്ടയിലോട്ടൊന്ന് എങ്ങനെയും കയറട്ടെ ഗൈസ്. നമ്മുടെ പൊട്ടാറായ എടുത്തോണ്ട് വന്നേ. അത് മാറാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ബെഡ് വെക്കാം. 1 2 3 4. അപ്പോൾ ഗൈസ്
ബാക്കി പണിയിട്ട് കാണാം. പക്ഷേ നമ്മൾ ഹോ ചെയ്യേണ്ട സമയമായിരുന്നു, പക്ഷെ ഹോ ഇപ്പോൾ പൊട്ടുമെങ്കിൽ പണി പാകും. പിന്നെ വെള്ളം എടുക്കാനും കൂടെ അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. നമുക്കത് പോയി എടുത്തിട്ട് ഇപ്പോൾ വരാം. അപ്പം നമ്മുടെ വില്ലേജേഴ്സൊക്കെ ഇപ്പം നമ്മുടെ പണി ഏകദേശം തീരാറായി. പിന്നെ ഒരു മുട്ടയും കൂടെ. മുട്ട പൊട്ടണം. ലക്ക് നഹി. നമുക്ക് ഹോ ഉണ്ടാക്കി വരാം ഗൈസ്. ഹോ. അതിൻകൊളത്തിന് ദേഷ്യം വരെ നമുക്ക് ചുമ്മാ നടത്തു പോയി നോക്കണം ഗൈസ്. നോക്കാം. ചോദിച്ച് മേടിച്ചു. ഞാൻ അറിയാതെ ഇവിടെ ചെക്ക് പോയിന്റ് വെച്ചു പോയി ഗൈസ്. റീസ്പോൺ. അയങ്കോളത്തിൻ്റെ ദേഷ്യം മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അയങ്കോളം കെട്ടിപ്പിടിച്ച് ചുമ്മാ തരാം. നമ്മൾ മാറും. അതാ കണ്ടു ഗൈസ് ഐഡിയ. അല്ലെങ്കിൽ അയങ്കോളത്തിൻ്റെ അടുത്ത് വീണ്ടും പോകേണ്ടി വരും. വീണ്ടും നമ്മളെ തെണ്ടി അടിച്ചു പിടിക്കും ഗൈസ്. നമ്മൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ശരി, ഞാൻ ചെയ്ത് തെറ്റെന്ന് സമ്മതിച്ചു. എന്നെ വെറുതെ വിട്ടോടെ. ഇനി അവൻ വെറുതെ വിടില്ലേ? വെറുതെ വിടും ഞാൻ, എനിക്ക് തോന്നുന്നത്. ഇനിയും അടിക്കാൻ വന്നാൽ ഉറപ്പാ കേസ്. ഞാൻ അയങ്കോളത്തെ തീർക്കാൻ പോവാം. ഇനി അടിച്ചാൽ വന്നാലേ അയങ്കോളത്തിൻ്റെ ജീവിതം ഇനി ഇവർ കാണത്തില്ല. എന്താ പറയുക? അയങ്കോളമേ, നീ എന്നെ കൊന്നൂരാണ്. കഴിഞ്ഞിടാ നിൻ്റെ ജീവൻ. മതി, നിൻ്റെ ജീവൻ്റെ ആയുസ്സൊക്കെ കഴിഞ്ഞു ഗൈസ്. ഫാമിൽ നമുക്കൊരു അയങ്കോളത്തിനെ എടുത്ത് പുറത്ത് വെച്ചേക്കാം. ഇവനെ നമുക്കിവിടെ വേണ്ട. കാരണം വെച്ചാൽ ഇവന് ചാടാ കണ്ടതൊന്നും അവൻ്റെ ഒരയങ്കോളത്തെ ഒരു ഗോളത്തെ ഒരു വില്ലേജിനെ തൊട്ടേനോ ഒരു തവണ കൊന്നു, സമ്മതിച്ചു, വിട്ട് കാണിക്കുന്നു. നമ്മൾ തെറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കാൻ പാടുമോ? അതുകൊണ്ട് അയങ്കോളത്തെ ഞാനങ്ങ് തീർത്തു ഗൈസ്. പിന്നെ ഈ ഫാം തീരാറായെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ് സ്പിയർ. അടുത്ത എപ്പിസോഡ് നമുക്ക് പുത്തൻ അപ്ഡേറ്റ് കാണണം. അതാണ് എൻ്റെ ലക്ഷ്യം. വേഗം വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഗൈസ് ഫാം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്. നമ്മുടെ വില്ലേജിൽ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ബ്രീഡറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഒരു സംശയം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുക ഗൈസ്. ഞാനിവിടെ ഒരു ഇതേ വെച്ചിട്ടുള്ളൂ, കമ്പസ്റ്റർ. വില്ലേജിലെ കമ്പസ്റ്ററൊക്കെ എടുത്ത് പൊട്ടിച്ചും കളഞ്ഞു. നമ്മൾ രണ്ട് ഇപ്പോഴും ലിങ്കാണല്ലോ. ഒരാളെ ഞാൻ എവിടെയോ കൊണ്ടുവന്നപ്പോഴേ ലിങ്കായിരുന്നു എവിടെയോ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും അവിടെ ഫാമിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ വർക്കാവുമെന്ന് വർക്കാവാൻ കണ്ടറിയണം. ഇനി അങ്ങനെ വരില്ലല്ലോ. നമുക്ക് ഇവിടെ ഞാൻ ഫാം ലാൻഡൊക്കെ കാണിക്കാം. പക്ഷേ ഫ്രീ ക്യാം ഉണ്ടായത് ഈ കാണിക്കായിരുന്നു. 1.20 മതിയായിരുന്നു. വിട്ടിടാം. അത് കളഞ്ഞു. വേറെ വീട്ടിലൊന്നും അകത്തൊന്നുമില്ലല്ലോ, അപ്പം അത് കളഞ്ഞു. എനിക്കറിയാവുന്നത് കാണിച്ചു സർവീസ്. എനിക്കറിയാവുന്ന ഞാൻ കാണിച്ചു തരാം. അത് കളഞ്ഞു. അവിടുത്തെ ഒരെണ്ണം കളഞ്ഞു. പിന്നെ
ഇത് ഇവിടുത്തെ ഒരെണ്ണം കളഞ്ഞു. ഇത് അവിടുത്തെയും കളഞ്ഞു. അവിടുത്തെയും കളഞ്ഞു. പിന്നെ ഇത് എവിടുത്തെ? ഓ ഇല്ല, ഇവിടുത്തെ കളഞ്ഞു. ഒരു സൈഡിൽ കളഞ്ഞു, മറ്റേ സൈഡിൽ കളഞ്ഞില്ല. സോറി ഗൈസ്. അപ്പം ഇതും കൂടെ പൊട്ടിച്ചാൽ ശരിയാവേണ്ടതാണ്. എന്തൊരു ബഗ്ഗാണ് ഗൈസ്. എന്തൊരു ബഗ്ഗാണെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. എങ്ങനെയൊക്കെ ബഗ്ഗാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പൊട്ടിച്ചു, 2 എണ്ണവും പൊട്ടിച്ചു. ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. ഗൈസ്, ടെൽ മീ അബൌട്ട് ദിസ്. നിങ്ങൾക്കറിയാമെങ്കിൽ പറ ഗൈസ്. നമ്മൾ അതെല്ലാം പൊട്ടിച്ചു. ഇപ്പം വില്ലേജർ എവിടെയും ലിങ്ക് ആയിട്ടില്ല. ഒരെണ്ണം വെച്ചു, ലിങ്കായി. മറ്റേതെങ്ങനെ ലിങ്കായി? അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് പണിയില്ലാത്ത ഒരുത്തനെ ഇവിടെ കണ്ടുപിടിച്ച് കൊണ്ടുപോകണം ഗൈസ്. പിന്നെ വേറെ ഇവൻ ജീവിച്ചു കേട്ടോ ഇവിടെ. അത് പറയാൻ മറന്നു. എന്തെന്ന് വെച്ചാലേ മര്യാദയ്ക്ക് നമുക്കിവിടെ ജീവിക്കാം. കണ്ടോ ഇതാ സംഭവിച്ചത്. എനിക്കിതിപ്പം മനസ്സിലാത്തത്. ഞാൻ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇസ് മീ സൈനിങ് ഔട്ട്. ബൈ.